ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ പാത്തുവിൻ്റെ ബ്രൈഡൽ ഷവർ ആണേ. അപ്പോൾ ഞാൻ മുമ്പിട്ട് ഷോർട്സിലൊക്കെ പറഞ്ഞിരുന്നു നമുക്കൊരാളെ കല്യാണം വരുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ നമ്മളെ പാത്തുവിൻ്റെ ആണ് കല്യാണം. അപ്പോൾ പാത്തു ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ടാണ്, നെയ്ബറാണ്. അതിലും മേലെയായിട്ട് എൻ്റെ ഒരു അനിയത്തിനെ പോലെ തന്നെയാണ്. അപ്പോൾ ബ്രൈഡ് ടു ബീൻ്റെ ഷൂട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് കണ്ണൂർ സാവോയ് ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ എത്തി. അപ്പോഴാണ് പെട്ടെന്ന് സെക്യൂരിറ്റി പറയുന്നത് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അങ്ങനെ എല്ലാവരും ആകെ സാഡായി. പിന്നെ എവിടെ പോകുമെന്ന് ആലോചിച്ച് അങ്ങനെ അതിൻ്റെ അടുത്തായിരുന്നു കണ്ണൂർ ഫോർട്ട്. അപ്പോൾ ഞങ്ങൾ നേരെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അവിടേക്ക് പോയി. അങ്ങനെ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തു. അകത്തേക്ക് കയറാൻ പോയപ്പോൾ പിന്നെ ഒരു പണി കിട്ടി. എന്താണെന്ന് വെച്ചാൽ അവിടെ സെക്യൂരിറ്റി പറഞ്ഞു കേക്കും പൊക്കെയൊന്നും അകത്ത് കയറ്റാൻ പറ്റൂല എന്ന്. അതും കൂടി കേട്ടതോടെ നല്ല വിഷമായി. ഇന്ന് ആരെയാണ് അവ കണി കണ്ടേന്ന് വരെ വിചാരിച്ചു പോയി. രണ്ട് പ്ലാൻ പാളിയാലെന്താ, ഞങ്ങൾ അങ്ങനെയൊന്നും തളരൂല എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ പയ്യാമ്പലം ബീച്ചിലേക്ക് വിട്ടു. നട്ടുച്ചക്കായിരുന്നു ഞങ്ങൾ ബീച്ചിലെത്തിയത്. നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഷൂട്ട് തുടങ്ങി. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങളെ കേക്ക്. പയ്യാമ്പലം ബീച്ചിൽ കുറേ തവണ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് ഞങ്ങൾ ആദ്യമായിട്ടാട്ടോ വരുന്നത്. ബീച്ചിൻ്റെ എൻഡിലുള്ള ഭാഗമാട്ടോ. കാണാനും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബീച്ചിലെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് തണലുള്ള ഭാഗത്തേക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ബീച്ചിൻ്റെ നേരെ മുമ്പിൽ ഈ ഒരു റിസോർട്ട് കണ്ടത്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ചോദിച്ചു ഇവിടുന്ന് ഫോട്ടോസ് എടുക്കാൻ പറ്റുമോയെന്ന്. അങ്ങനെ അവർ സമ്മതിച്ചു. ഞങ്ങൾ എന്തുകൊണ്ട് ഇവിടെ നേരത്തെ വന്നില്ല എന്ന് വിചാരിച്ചു പോയി. കാരണം അത്രയും അടിപൊളി സ്ഥലമായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടി. ബീച്ചിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ കയറിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഇത്രയും നല്ല സ്ഥലം കിട്ടിയിട്ട് വെറുതെ വിടാൻ പാടില്ലല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്ക് ഏകദേശം വൈകുന്നേരം കുറേ ടൈം ആയിരുന്നു. അവിടുന്ന് ഇതാ ഈ ഒരു സൺസെറ്റിൻ്റെ വ്യൂ ഒക്കെ കാണാൻ തന്നെ നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട ഒരു ചായ സ്പോട്ടിൽ കയറി. ബീച്ചിൻ്റെ സൈഡിൽ തന്നെയുള്ള ഒരു ചായ സ്പോട്ടാണ്. നല്ല വൈബ് സ്ഥലമായിരുന്നു. ഇതാ നമ്മുടെ ടീമൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയും കടികളൊക്കെ വാങ്ങി അവിടെ ബീച്ചൊക്കെ കണ്ട് ആസ്വദിച്ച് അതൊക്കെ ഇരുന്ന് കഴിച്ചു. ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കല്യാണ വിശേഷങ്ങളൊക്കെ അതിന് അടുത്ത ഓരോ ഷോർട്സിലായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോസ് കാണാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.